ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഡേ മൈ ലൈഫ് പോലത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഇക്കന്ന് ലീവ് ചെയ്യുന്നു കേട്ടോ ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ നമുക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എന്താ മുന്നത്താത്ത സ്കൂളിട്ട് വരികയായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഇറങ്ങിയിരിക്കണത്. അപ്പോൾ നമുക്കന്ന് റേഷൻ പീടികയ്ക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇക്കന്ന് ലീവായപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങൾ റേഷൻ പീടികയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് മുന്നനെ കാണുന്നത്. അപ്പോൾ മുന്നനോട് പറയുകയാണ് റേഷൻ കടയിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞങ്ങാണ്ട്. അങ്ങനെ ഞങ്ങൾ റേഷൻ കടയിലേക്ക് എത്തിയിട്ടോ. പിന്നെ റേഷൻ കടയിൽ നിന്ന് പിന്നെ നമുക്ക് കുറേ പരിപാടികളും കാര്യങ്ങളുണ്ട്. റേഷൻ കടയിൽ നിന്നല്ല, റേഷൻ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ട്. അപ്പോൾ ഇക്കാക്ക് ഊരക്ക് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു വണ്ടൂർ ഹോമിയോ അല്ല, ആയുർവേദിക്കിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അരിയൊക്കെ വാങ്ങി വെച്ചിട്ട് അങ്ങോട്ട് പോവണം. അപ്പോൾ ഏതായാലും നമ്മൾ അരി വാങ്ങാൻ വേണ്ടിയാണ്ട് റേഷൻ കടയിൽ കാർഡൊക്കെ കൊടുത്തൊക്കെ റെഡിയായി റേഷൻ അരിയൊക്കെ വാങ്ങി അവിടെ വെച്ചു കേട്ടോ. അരിയൊക്കെ അവിടെ വാങ്ങി വെച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. അപ്പോൾ മുമ്പിൽ നമ്മൾ ആമിനിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങാമെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് വേറെയും കുറേ പരിപാടികളുണ്ട്. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ആയുർവേദിക്കിൻ്റെ ഹോസ്പിറ്റലാണ്. ഇവിടെ ഊരക്ക് ഒന്ന് ഒഴിച്ചാൽ മതി പറഞ്ഞ വേദന മാറും പറഞ്ഞങ്ങാണ്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടേക്ക് ഇങ്ങനെ വീഡിയോ എടുത്തും ഇങ്ങനെ കാണുന്നു. പിന്നെ കൂടുതലായിട്ടും ആയുർവേദിക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും അതേപോലെ ഓരോ ചെടികളും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഡോക്ടറുടെ റൂമൊക്കെ കയറിയിട്ടുള്ള വീഡിയോസും. അപ്പോൾ ഊരക്ക് ചെറിയൊരു വേദന. അപ്പോൾ അതിനേതായാലും ഇവിടുന്ന് ഒന്ന് ചൂട് പിടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ കുറവുണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ അരി അവിടെ വാങ്ങി വെച്ചിക്കണ്. അത് കഴിഞ്ഞാണ്ട് നമ്മളിതാ ഡോക്ടർ റൂമൊക്കെ കയറിയിട്ടോ. ഇവിടെ കുറേ മണി പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഈ മണി പ്ലാന്റുകൾ ഇങ്ങനെ പല വിധത്തിലൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഡോക്ടർ ചൂട് പിടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ സംഭവം ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ അടുത്ത് തന്നെ ഒരു ചായപ്പീടി ഉണ്ട്. അവിടുന്ന് ആമിനാക്ക് വെള്ളച്ചായയും എനിക്കും ഇക്കാക്കും പാൽ ചായയൊക്കെ വാങ്ങി കുടിച്ച് നമ്മൾ അരിയൊക്കെ എടുത്തുങ്ങാണ്ട് വീട്ടിലേക്ക് വന്ന് അത് കഴിഞ്ഞങ്ങാണ്ട് നമ്മളെ മൂത്തമ്മാൻ്റെ പേരക്കുട്ടി ഹോസ്പിറ്റലിലാണ്. അപ്പം നമുക്ക് ആ കുട്ടീനൊന്ന് കാണാൻ പോകണം പറഞ്ഞങ്ങാണ്ട് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. പാണ്ടിക്കാടാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ കുട്ടീനെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോവുകയാണ്. പിന്നെ പോയിട്ട് ഇനി എപ്പോഴാണ് തിരിച്ച് വരിക എന്നറിയില്ല, കാരണം കുറേ വൈകുന്നേരം ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ നമുക്ക് കുട്ടീനെ കാണാൻ പോകാറുണ്ട്. ഒരു ദിവസം ലീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദിവസം കണക്കാണ്. എവിടേക്കൊക്കെ പോകാനും ഇതാക്കാനും ഉള്ളതൊക്കെ നമുക്ക് എന്നാൽ തന്നെ നമുക്ക് തികയൂല. പിന്നെ ഇപ്പം അങ്ങനെയൊക്കെ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കണ്ട് കഴിഞ്ഞങ്ങാണ്ട് തിരിച്ച് പോരുകയാണ് കേട്ടോ. ഞാൻ പിന്നെ അവിടുത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, ഹോസ്പിറ്റലല്ലേ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്ട് ഒരു തട്ടുകടയിലേക്കാണ് കേട്ടോ കയറിയിരിക്കണത്. അപ്പോൾ നെയ്ച്ചോറും ഉണ്ട്, എനിക്ക് ദോശ മതി. അപ്പോൾ ചിക്കൻ പൊരിച്ചതും ചട്ടിനിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞങ്ങാണ്ട് നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. പോരുന്ന വഴിക്കൊരു ചിപ്സിൻ്റെ ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ, വെളിച്ചെണ്ണയിൽ പൊരിച്ച്. അപ്പോൾ അവിടുന്ന് കുറച്ച് അതൊക്കെ വാങ്ങി എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സി യു.